ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞായറാഴ്ച നല്ലൊരു ദിവസമായിരുന്നു കേട്ടോ. വലിയ കുറേ എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ദിവസം വളരെ കുറച്ച് നേരെ ഞാൻ കാര്യങ്ങളായിട്ട് നടന്നുള്ളൂ. ബാക്കിയുള്ള സമയം മുഴുവൻ കെടുക്കായിരുന്നു കേട്ടോ. അപ്പോൾ രാവിലെ ദേ കുട്ടികൾ പതുക്കെ ഓരോരുത്തരായി എണീറ്റ് തുടങ്ങി. ഇതേ നമ്മുടെ ചാക്കോച്ചൻ എന്താ പറയുക ഓടിൻ്റെ നടക്കുന്നുണ്ട്. പിന്നെ ഡോണും ഡിവൈനും പുറത്ത് പോയേക്കാണ്, തോമും കൂടിയിട്ട്. അല്ല, തോമു ഉറങ്ങാണ് കേട്ടോ കിടന്നിട്ട്. അപ്പോൾ അതേ ഫ്രണ്ടിൽ അവിടെ മാഷ്ട വീട്ടിൽ ഇന്നാണ് പരിപാടി. അപ്പോൾ അതേ നിറച്ച് ആൾക്കാർ വന്ന് വണ്ടികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര അനക്കം. ഇന്നലെ തൊട്ട് നല്ല അനക്കാണ് കേട്ടോ അവിടെ. അപ്പോൾ അങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് വയ്യാൻ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് എണീറ്റത്. എനിക്കിപ്പോൾ വയ്യ എന്ന് പറയാൻ അല്ലെങ്കിൽ കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം എന്ന് പറയാൻ പേടിയാണ്. കാരണം ഇതിൽ വരുന്ന എപ്പോഴും കമൻ്റ് ഇടുന്ന 1-2 പേരുണ്ടല്ലോ. അപ്പോൾ അതിൽ ഒരു കുട്ടി ഞാൻ ഇന്നലെ അത് പിൻ ചെയ്ത് വെച്ചു. പക്ഷേ പിൻ ചെയ്തപ്പോൾ ആ കുട്ടിക്ക് മനസ്സിലായി കയ്യിൽ നിന്ന് പോയി എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി വേഗം ഡിലീറ്റ് ചെയ്തു, റിമൂവ് ചെയ്ത് പോവുക ചെയ്തത്. കാരണം ആ കുട്ടിയോട് പറയണത് ഞാൻ വയ്യായ പറഞ്ഞ് കാശുണ്ടാക്കാമെന്ന്. ഞാൻ എന്ത് അസുഖം പറഞ്ഞിട്ടാണ് നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് 1 രൂപ ഞാൻ വാങ്ങിക്കുന്നുണ്ടോ? അപ്പോൾ ഈ മാതിരി കമൻസ് ഇടുമ്പോൾ നമ്മളത് പിൻ ചെയ്യല്ലേ വേണ്ടത്. ആ കുട്ടിക്ക് എന്ത് മറുപടിയാണ് ഞാൻ കൊടുക്കുക? അപ്പോൾ അങ്ങനെ വരുന്ന മെസ്സേജുകൾ ഞാൻ പിൻ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ നിങ്ങൾക്ക് പറയാനുള്ളത് പറയാം. കാരണം നിങ്ങളുടെയും കൂടി അവകാശമാണല്ലോ അതിന് മറുപടി കൊടുക്കുക എന്നുള്ളത്. അങ്ങനെ എന്താ ചെയ്യുക മക്കളെ, പറഞ്ഞിട്ട് കാര്യമില്ല. കുറേ എണ്ണം ഉണ്ട് ഇങ്ങനെ പിന്നാലെ നടന്ന് ശല്യം ചെയ്യാനായിട്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു നമ്മൾക്ക് വീട്ടിലുള്ള അത്ര പണികളൊന്നും അവർക്കില്ല എന്ന് തോന്നുന്നുണ്ട്. അവർക്ക് എനിക്ക് തോന്നുന്നു അപ്പുറത്തും ഇപ്പുറത്തെയും വല്ല കാര്യങ്ങൾ അന്വേഷിക്കുക, വല്ലതും വെച്ചിട്ടുണ്ടെങ്കിൽ തിന്നുക, അല്ലെങ്കിൽ തിന്നില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് ഇങ്ങനത്തെ പരിദൂഷണവും കാര്യങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ അവരുടെ വയറ് നിറയും തോന്നുന്നുണ്ട്. അതെന്തിട്ടെങ്കിലും ആയിക്കോട്ടെ, അവരത് പഠിച്ചത് എന്നേ പാടുള്ളൂ. നമ്മളൊന്നും നന്നാക്കാൻ നോക്കിയാൽ അവർ നന്നാവില്ല. അപ്പോൾ ഇന്ന് പ്രത്യേകിച്ച് ഞാനിത് പറയാൻ കാരണം ഡിംപിളുടെ ഇതിലൊരു മെസ്സേജ് കണ്ടു, വളരെ മോശമായിട്ടുള്ള ഒരു മെസ്സേജ്. പക്ഷേ ആ കുട്ടിക്ക് ഉള്ള മറുപടി 2-3 പേര് താഴെ കൊടുത്തപ്പോൾ ആ കുട്ടി അതിട്ടിട്ട് റിമൂവ് ചെയ്തിട്ട് പോയി. കാരണം എന്തിനാ ഇവിടെ നിൽക്കണേ, ഒരു കുട്ടിയെ ഓടിച്ച പോലെ ഓടിപ്പിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനത് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഞാനതൊരു കണ്ടൻറ്റാക്കി നിങ്ങളുടെ മുന്നിൽ എത്തിക്കണം എന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തിനാ വെറുതെ എന്ന് വിചാരിച്ചു. ഈ കുട്ടികളാണ് ഓരോന്നും ഇങ്ങനെ ഇട്ട് തരണത്. പക്ഷേ നമ്മളൊരു പരിധി കഴിയുമ്പോൾ നമ്മൾ റിയാക്ട് ചെയ്യേണ്ട ഒരവസ്ഥ വരും കേട്ടോ. അതൊക്കെ പോട്ടെ, നമുക്ക് നമ്മുടെ ഓർണമെൻറ്റ്സ് നോക്കാം മക്കളെ. അവരൊക്കെ അവരുടേതായ പണികൾ കൊണ്ട് നടന്നോട്ടെ. അപ്പോൾ എൻ്റെ പണി എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അപ്പോൾ ഇതേ കണ്ടു, ഇത്രയും വലിപ്പമുള്ള ലോക്കറ്റാണ്. നോക്കി, എൻ്റെ കയ്യിൻ്റെ ഉള്ളം കയ്യിൻ്റെ അത്രയുണ്ട്. ഭയങ്കര ഭംഗിയാട്ടോ. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ല പ്ലെയിൻ കളറ് ഡാർക്ക് ഷെയ്ഡ് പട്ടുസാരിയുടെ മുകളിൽ ഒന്നെങ്കിൽ 1 ലെയർ അല്ലെങ്കിൽ ഫ്ലീറ്റ്സ് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ ഈ ഒരു ലോക്കറ്റ് കിടക്കുമ്പോണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇതും അതുപോലെ, ഇത് സെയിം നല്ല ലോക്കറ്റാണെങ്കിലും അതിൻ്റെ മുന്നിൽ ഇത് വളരെ ചെറുതാണ്. പക്ഷേ ഇത് നമുക്ക് ഇത്തിരി പ്രായമായവർക്ക് നല്ലത് ഇതാണ് കേട്ടോ. ലക്ഷ്മിയുടെ ഫുൾ റൂബി സ്റ്റോൺസ് ആയിട്ടുള്ള ലോക്കറ്റ്. ഇത് കുറച്ച് റൂബി സ്റ്റോൺസ് ഉള്ള, എന്നാൽ കുറച്ചും കൂടി എന്താ പറയുക കൊത്തുപണികൾ കൂടുതലുള്ള ലോക്കറ്റാണ് കേട്ടോ. ഭയങ്കര ഭംഗിയാണ് ഇതൊക്കെ കാണാനായിട്ട്. അപ്പോൾ ഇപ്പം ഇനി ഇവിടെ നമ്മുടെ ഓണം കളക്ഷൻ എന്ന് പറഞ്ഞിട്ട്, പണ്ടൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓണത്തിന് മുഴുവൻ പാലയ്ക്ക അങ്ങനത്തെ സംഭവങ്ങളാണ്. പക്ഷേ ഇപ്പം മുഴുവൻ ഇങ്ങനത്തെയാണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ തീരെ വെയിറ്റ് ഇല്ല കണ്ടോ, പാറ്റക്കന എന്നൊക്കെ പറയില്ലേ, അങ്ങനെയുള്ളതാണ്. എന്നാൽ പേളാണ് കേട്ടോ. പേളും വൈറ്റ് സ്റ്റോൺസും ഉണ്ട് അതിൻ്റെ ഇടയിൽ. നല്ലൊരു നെക്ലസ്സാണ്. ഇനിയിപ്പോൾ ഞാലികൾ വേണ്ടാന്നുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അങ്ങനെയാണ് കേട്ടോ. അങ്ങനെ ഡോൺ വന്നു. ഡോൺ വരികയല്ല, ഡോൺ ഇവിടെ ഉണ്ട് കേട്ടോ ഓൾറെഡി. പച്ചക്കറി മാർക്കറ്റിൽ നിന്നൊക്കെ പോയി വന്നതിൻ്റെ ഇതാണ് ഞാൻ വന്നു എന്ന് പറഞ്ഞത് കേട്ടോ. അങ്ങനെ സാധനങ്ങൾ എല്ലതും അവർ ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ എണീറ്റത്. ഞാൻ പറഞ്ഞില്ലേ, ഞാനത് കഴിഞ്ഞ് ഒരൊറ്റ കിടപ്പ് കിടന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എണീറ്റ് വരുമ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. കുട്ടികളൊക്കെ പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇവർ മാഷിൻ്റെ അവിടേക്ക് സദ്യ ഉണ്ണാൻ പോയിട്ടുണ്ടായിരുന്നു, അടിയന്തരത്തിന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാഡിയും ഡോണും ഡിവൈനും കൂടിയിട്ടാണ് പോയത്. എനിക്ക് ആ സമയത്ത് തല പൊന്തുണ്ടായിരുന്നില്ല, അപ്പോൾ ഞാൻ പോയില്ല. അവർ 3 ആളും കൂടി പോയി. അപ്പോൾ ഡിമ്പിളും ഞാനല്ലേ ഉള്ളൂ. അപ്പോൾ എനിക്ക് രാവിലെ പുട്ടും മീൻകറിയായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലെ ഞാൻ കാണിച്ചല്ലോ. അപ്പോൾ ഡിമ്പിൾ പുട്ടും മീൻകറിയും കഴിച്ചപ്പോൾ അവളുടെ വയറ് നിറഞ്ഞു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വല്ലതും ചെയ്യേണ്ടത് വെച്ചപ്പോൾ ചോറ് ഫ്രിഡ്ജിൽ ഓൾറെഡി ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചതെടുത്ത് തിളപ്പിച്ച് വിട്ടിട്ട് 2 സോസേജും കുറച്ച് ബീഫ് എടുത്തിട്ട് വെറുതെ കുത്തിപ്പൊടിയിലിട്ടിട്ട് വേവിച്ചത് ബീഫ് അറിയാമല്ലോ നിങ്ങൾക്ക് ഇവിടെ ഉണ്ടാവുന്നു. അപ്പോൾ ഞാനത് വെറുതെ കുത്തിപ്പൊരിയും മുളക് പൊടിയും വേപ്പിലയും കൂടി ഇട്ടിട്ട് അതിലൊന്ന് ഒരു 10 കഷ്ണം എടുത്ത് വറുത്തിട്ട് അതും കൂട്ടിയിട്ടാണ് ഞാൻ ചോറുണ്ട്. എനിക്കങ്ങനെ ചാറ് വേണമെന്ന് ഒരു നിർബന്ധമില്ല. ചാളക്കറി ഉണ്ടായിരുന്നു, എന്നാലും
ഞാനത് കൂട്ടി 2 വറ്റ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ പുട്ട് തിന്നുമ്പോഴും ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് പുട്ട് മാക്സിമം ഒഴിവാക്കുക, വേണമെങ്കിൽ ഒരു ചെറിയ പോർഷൻ മാത്രമേ കഴിക്കാവൂ. അതുകൊണ്ട് ഞാൻ കുറച്ചേ കഴിച്ചോളൂ, കാരണം ഫുൾ അരിയല്ലേ. തിരിച്ച് ഗോതമ്പ് പുട്ടാണെങ്കിൽ കഴിച്ചോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതും ഒക്കെ കൂടി ഉള്ളിൽ കിടന്നു. അത് അങ്ങനെ തോന്നിയിട്ടാണോ എന്ന് എനിക്കറിയില്ല. കഴിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തല ചുറ്റിയപ്പോൾ എനിക്ക് തോന്നി അയ്യോ എനിക്ക് ഇനിയിപ്പോൾ ഷുഗർ കൂടി വന്നു. അപ്പോൾ ഇതെന്താ സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഓച്ചു ഡിമ്പിൾ എങ്ങനെയാണെന്ന് വെച്ചാൽ മുകളിലേക്ക് ചാക്കോച്ചൻ്റെ അടുത്തേക്ക് പോയി, ഇവർ അടിയന്തരത്തിന് പോയിപ്പോട്ടോ. അപ്പോൾ പാച്ചു ഇവിടെ മുഴുവൻ അന്വേഷിച്ചു, അപ്പാപ്പ എവിടെ, അമ്മ എവിടെ കാണാണ്ട് അവസാനം വന്ന് നോക്കിയപ്പോൾ ബെഡ്റൂം ഇവിടെ അടുക്കളയിൽ നിന്ന് അമ്മയുടെ ഒച്ച, അമ്മ ചാക്കോച്ചനെ ഉറക്കണു. അപ്പോൾ കുട്ടി ഇങ്ങനെ അത്ഭുതത്തിൽ നോക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ പപ്പയുടെ സ്വന്തം അപ്പൂസ് അമ്മേനെയും ഉണ്ണീനെയും നോക്കണ പോലെ, അതായത് അമ്മയുടെ ഒച്ചയും അമ്മയുടെ പാട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷേ ഇത് എവിടെ നിന്നാന്ന് മനസ്സിലാവാണ്ട് കുട്ടി കിടന്ന് പാടുപെടുക. ഇത് വേറൊന്നുമല്ല, മുകളിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് കൊച്ചുറങ്ങണത് കാണാൻ വേണ്ടിയിട്ടേ താഴെ ഇങ്ങനെ ഓൺ ചെയ്ത് വെക്കണതാണ്. അപ്പോൾ അതാണ് കേട്ടോ. അങ്ങനെ ബാക്കി എല്ലാ കാര്യങ്ങളും ഡിമ്പിളും ഡിവൈനും കൂടിയിട്ട് സെറ്റാക്കി വെച്ചെങ്കിലും പട്ടിയുടെ ഇറച്ചി ഞാൻ പറയാറില്ലേ ഞാനാണ് ചെയ്യാറെന്ന്. അങ്ങനെ അത് ഒതുക്കാനായിട്ട് ഞാനാ നിന്നേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒതുക്കി കഴിഞ്ഞ് നോക്കിയപ്പോൾ ഈ നല്ല വലിയ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും പിന്നെ സബോള പച്ചക്കറി സാധനങ്ങൾ കുറേ കൊണ്ടുവന്നുണ്ട്, അമരക്കായ എന്തൊക്കെയോ കൊണ്ടുവന്നുണ്ട്. അതൊക്കെ അവർ ബോക്സുകളിലാക്കി കയറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡിമ്പിളെങ്ങനെയാണെന്ന് വെച്ചാൽ അവർ പോയി കഴിഞ്ഞപ്പോഴാണ് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തത്. പിന്നെ ബ്രോസ്റ്റഡ് ചിക്കൻ കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കി, നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന ചിക്കൻ തന്നെ. പിന്നെ ബീഫ് എനിക്ക് ചോറിനാൻ വേണ്ടിയിട്ട് ചെയ്തു. അപ്പോഴേക്ക് കുട്ടികളൊക്കെ മടങ്ങി വന്നു. അവിടുത്തെ സദ്യയൊക്കെ കഴിഞ്ഞ് കാറ്ററിംഗുകാർ വണ്ടിയും കൊണ്ട് ഇറങ്ങണം. അപ്പോൾ നമ്മുടെ പിള്ളേർസ് നോക്കി നിൽക്കാതെ കേട്ടോ. അപ്പോൾ തോമു ഉറങ്ങാൻ പോയി, പാച്ചു ഇവിടെ കിടന്ന് കളിക്കണം. അപ്പോൾ ഞാൻ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കിടക്കുമ്പോഴാണ് ഇവൻ്റെ ഈ കളി. ഞാൻ എവിടെയാണോ അവിടെ നിന്നിട്ടാണ് ഇവനും അതെ ചാക്കോച്ചനും അതെ കളിക്കുക. തോമുവിന് പിന്നെ അങ്ങനെയൊന്നുമില്ല, തോമു ഒറ്റയ്ക്ക് എവിടെയെങ്കിലുമൊക്കെ മാറി നിന്ന് കളിക്കും. ഇവൻ എപ്പോഴും അതെ എൻ്റെ ചുറ്റുവട്ടത്തുണ്ടാവും അധിക ഭാഗം കേട്ടോ. ഇവനേക്കാൾ കൂടുതൽ ചാക്കോച്ചനാണ് എൻ്റെ കൂടെ ഉണ്ടാവുക കേട്ടോ. അങ്ങനെ 2 പേരും ഉള്ള കളിയായി. അപ്പോൾ ഉച്ച തിരിഞ്ഞപ്പോൾ ഇവർ പതുക്കെ ഒന്ന് കുട്ടികളെയും കൊണ്ട് വെറുതെ കാറിലൊന്ന് ചുറ്റാൻ പോകാമെന്ന് പറഞ്ഞു. കാരണം ഫുൾ ഈ ഒരാഴ്ച കുട്ടികളെ എവിടെയും പുറത്ത് പോയിട്ടില്ല, പനിയൊക്കെ ആയ കാരണം. അപ്പോൾ വെറുതെ ഒന്ന് റൗണ്ട് അടിച്ചിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവരൊന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വേഗം വന്നു കേട്ടോ. അങ്ങനെ ആ സമയത്ത് ഞാനും ഡാഡിയും മുറ്റത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം ഒന്ന്. ഡാഡിയാണ് ഈ സൈഡിൽ, ഞാൻ സാധാരണ ശനിയാഴ്ചയല്ലേ നനയ്ക്കാറൊക്കെ ചെയ്യാറ്, 2 ഭാഗമൊക്കെ ഒതുക്കാറ്. ഇന്നലെ എനിക്ക് അതിന് പറ്റിയില്ല. അപ്പോൾ ഡാഡി 2 വശവും ഒന്ന് ഒതുക്കാനല്ല നനയ്ക്കാൻ നിന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പതുക്കെ അകത്ത് കയറി അത്യാവശ്യം സാധനങ്ങൾ, എനിക്കറിയാം ഇനി കുട്ടികൾ വരുമ്പോൾ എല്ലാം കഴിച്ചിട്ടാണ് വരിക എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഇന്നാന്ന് വെച്ചാൽ ഗ്രൂപ്പിൽ നല്ല സംസാരവും കാര്യങ്ങളും, കുറേ നേരം ഗ്രൂപ്പിൽ കുട്ടികളുടെ കൂടെ നിന്നു. അങ്ങനെ എന്താ പറയുക, അവിടെയും കുറേ സമയം ചിലവഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഒരു ദിവസം ഇങ്ങനെ കിടന്നും സംസാരിച്ചും അധികം പണിയൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു എന്ന് തന്നെ പറയാം. കാരണം എനിക്ക് പറ്റിയില്ല. നമ്മൾ ചില ദിവസം അങ്ങനെയാണ്, ഇവിടെയൊക്കെ അതിങ്ങനെ വലിച്ചു വരിയിട്ട് കിടക്കണേ, പക്ഷേ എനിക്കതൊന്നും ഒതുക്കിയിടാൻ പോലും ഉള്ളൊരു മനസ്സുണ്ടായില്ല. നമ്മൾ ചില ദിവസം നമുക്ക് മടി പിടിക്കാമെന്ന് പറയില്ലേ, കാരണം അടുക്കളയിൽ കാര്യങ്ങളൊക്കെ അവിടെ എടുക്കാമായിരുന്നു. അപ്പോൾ ചായ കുടിച്ചിട്ടാണ് കേട്ടോ എല്ലാവരും പോയി, ഞങ്ങൾക്ക് ചായ വെച്ച് തന്നിട്ടാണ് കുട്ടികളൊക്കെ പോയത്. പക്ഷേ അവിടെ വീണ്ടും സംഭവങ്ങൾ ഒതുക്കാണ്ടായിരുന്നു. പിന്നെ ഇന്നലെ ശനിയാഴ്ചത്തെ പാക്ക് ചെയ്യാനുള്ളത് ഒക്കെ ഞാൻ ഇന്ന് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇട്ടു. അപ്പോൾ എന്തായി, ഇന്നലത്തെ പണിയും ബാക്കിയായി, ഇന്നത്തെ പണിയും ബാക്കിയായി. നമുക്ക് എപ്പോഴാണ് പറ്റാണ്ടാവാമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഇന്നലെ നിങ്ങളോട് പറഞ്ഞില്ലേ നമ്മൾ നാളത്തെ പണി ഇന്ന് ചെയ്ത് വെക്കണമെന്ന്, അത് ചെയ്യാണ്ടിരുന്നതിൻ്റെ ദോഷമാണ് ഇപ്പോൾ ഞാനിപ്പോൾ ഈ കണ്ടത്. ഇന്നിപ്പോൾ ശരിക്കും ഒരു 9:30-ക്ക് ശേഷമാണ് ഞാൻ പാക്കിങ്ങിന് വേണ്ടിയിട്ട് ഇരുന്നത്. അപ്പോൾ അങ്ങനെ ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ. അപ്പോൾ അവരൊക്കെ വന്ന് നേരത്തോടെ കിടന്നു. അപ്പോൾ ഞാൻ ഇവർക്കുള്ള ഫുഡും കാര്യങ്ങളൊക്കെ കൊടുത്തു. അപ്പോൾ ഇന്ന് കണ്ടു ഫുള്ള് തുണികളൊക്കെ ഇന്ന് വെയിലുണ്ടായിരുന്നു കേട്ടോ, ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ തുണികളും ഉണങ്ങി കിട്ടി. അല്ലെങ്കിൽ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പരിയപ്പുറത്ത് എപ്പോഴും തുണികളാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ എടുത്ത് നമ്മളുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഒതുക്കി കത്തിക്കാനുള്ളത് മാറ്റി വെച്ചു. അപ്പോഴാണ് അതിൽ വെള്ളം ഇല്ലയെന്ന് കണ്ടപ്പോൾ ഡാഡിയാണ് വെള്ളം ഒഴിച്ചത് കേട്ടോ. അപ്പോൾ പാച്ചൂട്ടൻ ഉച്ചയ്ക്ക് ഉറങ്ങാത്ത കാരണം നേരത്തോടെ കിടന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിമ്പിളിനോട് ഞാൻ പറഞ്ഞു കുട്ടിയുടെ അടുത്ത് കിടന്നോ, അതുപോലെ ഡിവൈനോട് ഞാൻ പറഞ്ഞു കുട്ടികളെയും കൊണ്ട് പൊക്കോ, ഇവിടെ ഇനി പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പോൾ ഞാൻ ഞങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ഡാഡി കുടിച്ചതാട്ടോ അത്. അപ്പോൾ അതൊരു പാത്രത്തിലാക്കി അങ്ങോട്ട് മാറ്റി വയ്ക്കുക എന്നുള്ള പണിയുള്ളൂ. അപ്പോൾ അത് കിടക്കാറാകുമ്പോൾ മാറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അങ്ങനെ എല്ലാ പരിപാടികളും കഴിഞ്ഞു. ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാനും ഡാഡിയും
അവർ കൊണ്ടുവന്ന പിസ്സയുടെ ഒരു പീസും പിന്നെ ഞാൻ കട്ടനും കഴിച്ചിട്ടാണ്. കാരണം എന്തോ വയറ് ഭയങ്കര ഡമ്മായ പോലെ. വൈകിട്ട് ബണ്ണ് കഴിച്ചായിരുന്നു. അപ്പോൾ അതിൻ്റെ ആണോ പിന്നെ നേന്ത്രപ്പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എന്ത് വേണമെങ്കിലും വിശക്കുമ്പോൾ കഴിക്കാനുള്ളത് എവിടെ വേണമെങ്കിൽ ഉണ്ട്. ആരും എടുത്ത് തരേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ കഴിച്ചതേ. അപ്പോൾ ഇന്ന് നമ്മൾ ട്യൂബ് ചെയിൻ ഇന്നാൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ, ഡബിൾ ലെയറിൽ ബ്ലാക്കൊക്കെ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ പല കളറാണ് കേട്ടോ. അപ്പോൾ ഇതെല്ലാ കളറും ഇങ്ങനെ ഇട്ട് കാണിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോറടിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഫോട്ടോസ് ഇടാം കേട്ടോ. ഫോട്ടോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഏത് വേണമെന്നുള്ള അതിൽ നിന്ന് ടിക്ക് ചെയ്ത് നോക്കുകയും ചെയ്യാം. ഇതിപ്പോൾ മൾട്ടി കളറാണ്. ഇതിലിപ്പോൾ ബ്ലാക്ക്, ഗ്രീന്, ബ്ലൂ, റെഡ് ഇങ്ങനെയാണ് വരുന്നത്. കോറൽ അങ്ങനെയാണ് വരുന്നത്. പക്ഷേ ഇതിൻ്റെ തന്നെ പല കളറിലാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾ ചില സമയത്ത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് സെയിം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ മുത്തുകൾ സെയിം ആവില്ല. ചില വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരും കേട്ടോ. ഞാൻ മുൻപേ പറയുകയാണ്. ചിലപ്പോൾ ഈ സെയിം തന്നെ കിട്ടും. ചിലപ്പോൾ ചില മുത്തുകളൊക്കെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് മാറിയിട്ടാവും കിട്ടാം. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് ബ്രേസ്ലെറ്റ് ആക്കാം, പാദസരാക്കാം, പിന്നെ 1 ലെയർ 2 ലെയർ ബാക്കിൽ വട്ടക്കണ്ണി ഇട്ടിട്ട് ഡബിൾ ലെയർ ഒക്കെ ആക്കാവുന്ന മാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വിശദമായിട്ട് പറയണമെന്നുള്ളൂ. അടുത്തതൊക്കെ അപ്പോൾ നിങ്ങൾക്ക് ഞാനിത് വീണ്ടും വീണ്ടും ഏറ്റു പറയേണ്ട കാര്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് മൾട്ടി കളറാണ്. അപ്പോൾ ഇനി അടുത്ത കളറുകൾ ഏതൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇത് അതിൻ്റെ ഇത് ഞാൻ കാണിക്കാൻ കാരണം ഇത് ഗ്ലാസ് ടൈപ്പാണ് കണ്ടോ. ഇത് മറ്റേത് ട്രാൻസ്പാരൻ്റ് അല്ല, ഇത് ട്രാൻസ്പാരൻ്റ് പോലെയാണ് കണ്ടോ. ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇതും ഈ പറഞ്ഞ പോലെ ബ്രേസ്ലെറ്റ്, പാദസരം, പിന്നെ ബാക്കിൽ കണ്ണിയിട്ടിട്ടുള്ള കുഞ്ഞ് ചെയിൻ, നെക്ലസ് പോലെ, പിന്നെ 6 പിടി, 8 പിടി, 10 പിടി, പിന്നെ ഡബിൾ ലെയർ. ഇതും അങ്ങനെ ആക്കാവുന്നതാണ്. ഞാൻ ഇതും ഇട്ട് കാണിക്കണില്ല എന്നുള്ളൂ കേട്ടോ. വേണമെങ്കിൽ കാണിക്കാം. ഇപ്പോഴത്തെ ഇങ്ങനെയാണ് അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ വരുന്നത്. അതായത് ബോട്ടിൽ ഗ്രീൻ പോലെ, അത് ഡാർക്ക് ബ്ലൂന്ന് ഡാർക്ക് ഗ്രീൻ എന്നും പറയാം, ബോട്ടിൽ ഗ്രീൻ എന്ന് പറയാം, എങ്ങനെ വേണമെങ്കിൽ പറയാം. ഇതാണ് അതിൻ്റെ കളറ്. നല്ല ഭംഗിയുള്ള സംഭവമാണ്. ക്രിസ്റ്റലാണ്. അപ്പോൾ ഇതൊരു കണ്ട ഒരു തിളക്കണ ഗ്ലാസ് പോലെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള സംഭവമാണ് കേട്ടോ. അടുത്ത കളർ ഇതാ നോക്കി, നമ്മുടെ കോറലിൻ്റെ കളറാണ്. ഭയങ്കര ഭംഗിയുള്ള കളറാണ് കേട്ടോ. കോറലിൻ്റെയാണ്. ഇതാ സെയിം. ഇനിയിപ്പോൾ ഞാൻ പറയണ്ടല്ലോ അല്ലേ, ബ്രേസ്ലെറ്റ്, പാദസരം, 2 ലെയർ നെക്ലസ് എന്നൊന്നും പറയണ്ടല്ലോ, നിങ്ങൾക്കറിയാലോ. അപ്പോൾ അതുപോലെ തന്നെ കറുപ്പ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കാരണം സ്ഥിരം എല്ലാവരും എന്താ പറയുക കണ്ടമാനം കൊണ്ടുപോയിട്ടുള്ളതാണ്. കാരണം അതിന് കറുപ്പിന് കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അപ്പോൾ ഇത് ബ്രേസ്ലെറ്റ്, ഒരു കുട്ടി ബ്രേസ്ലെറ്റ് 2 ലെയറിലിട്ടു. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാനായിട്ട്. അപ്പോൾ അങ്ങനെ ഇത് കുറച്ചും കൂടി ഇങ്ങനെ എന്താ പറയുക ഇത് ഞാൻ പറഞ്ഞില്ലേ ട്രാൻസ്പാരൻ്റ് ആണ് ഗ്രീൻ. ഇതൊക്കെ ശരിക്കും കണ്ടോ നല്ല മിൽക്കി പോലെയുള്ള ടൈപ്പാണ് കേട്ടോ. നല്ല എന്താ പറയുക, എനിക്കങ്ങനെ പറയാറിയില്ല കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ. ഇനി അടുത്തത് ഇത് പെട്ടെന്ന് കണ്ട ഒരു കളറാണെന്ന് വിചാരിക്കും. പക്ഷെ ഒരു ചെറിയൊരു വ്യത്യാസമുണ്ട്, കുഞ്ഞൊരു വ്യത്യാസം. ഇതിപ്പോൾ ഫോട്ടോയിൽ കാണുമ്പോൾ സെയിമാണ് തോന്നണത്, പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഒരു ചെറിയൊരു ഡാർക്ക് ഷെയ്ഡ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പറയണതിൽ പ്രസക്തിയില്ല. കാരണം നിങ്ങൾക്കത് മനസ്സിലാവില്ല. എനിക്കിത് ഇവിടുന്ന് കാണുമ്പോഴാണ് ഇത് ബ്ലാക്ക് സെയിമാണ്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ള കളേഴ്സിൻ്റെ ഫോട്ടോസ് ഞാൻ സെൻഡ് ചെയ്യാം. ഇതിൻ്റെ ജസ്റ്റ് ബാക്കിൽ തന്നെ കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതിൽ നിന്ന് ആവശ്യമുള്ളത് നോക്കി സെലക്ട് ചെയ്ത് മാർക്ക് ചെയ്ത് പറഞ്ഞാൽ മതി കേട്ടോ. അത് പറയുമ്പോൾ എത്ര പിടിയുടെ വേണമെന്നും, പിന്നെ ബ്രേസ്ലെറ്റ് ആണോ അല്ലെങ്കിൽ പാദസരാണോ നെക്ലസ് പോലെയാണോ എന്നൊക്കെ തിരിച്ച് പറഞ്ഞാൽ മതി കേട്ടോ. അപ്പോൾ ഓരോന്നിനും ഓരോ വിലയാണ്. അപ്പോൾ ഞാനത് തിരിച്ച് പറഞ്ഞു തരാം. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നമ്മളുടെ ക്രിസ്റ്റലിൻ്റെ ട്യൂബായിട്ടുള്ള ബീഡ്സാണിത്, അതിൻ്റെ കളക്ഷൻ കേട്ടോ. ഓക്കെ എന്നാൽ. അപ്പോൾ ഇന്ന് സത്യം പറഞ്ഞാൽ പറയാൻ വിശേഷങ്ങളൊന്നുമില്ല. പെട്ടെന്ന് കഴിഞ്ഞു എന്ന് തോന്നും വീഡിയോ അല്ലേ. കാരണം അത്രയ്ക്കേ ഉണ്ടായിരുന്നുള്ളൂ. കാരണം ഞാൻ പറഞ്ഞില്ല അധിക ഭാഗം ഞങ്ങൾക്ക് എടുക്കാമായിരുന്നു. അങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് ഭംഗിയായിട്ട് കഴിഞ്ഞു. അപ്പോൾ ഇന്ന് ഞാൻ ക്രിസ്തുരാജന് പ്രത്യേകം എന്താ പറയുക നന്ദി പറയാണ്. നമ്മൾ ചില ദിവസങ്ങളിൽ കുറേ സങ്കടങ്ങളും കാര്യങ്ങളും നമ്മുടെ മനസ്സിലുണ്ടാവും. അതൊക്കെ തീർത്ത് തരാനായിട്ട് നമ്മൾ ആരോടാ സങ്കടം പറയുക? തമ്പുരാനോടാണ്. ഞാൻ പറയുക ക്രിസ്തുരാജനോടാണ്. അപ്പോൾ എൻ്റെ ഒരു വിശ്വാസമാണ്, അവിടെ നടയിൽ നിന്ന് പറഞ്ഞ് ആ മെഴുതിരി കത്തിച്ച് നിന്ന് പ്രാർത്ഥിച്ചാൽ അത് ആ നിമിഷം നടക്കും എന്നുള്ളത്. അങ്ങനെ ഒരു സംഭവം നടന്നതിൻ്റെ സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ കിടന്നുറങ്ങാൻ പോണത് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് നാളെ കാണാം.